നമസ്കാരം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യനാണ് ഇന്ന് ദ വ്യൂവിൽ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കെട്ടകാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു വലിയൊരു യാത്ര നടത്തുന്നു. ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാപിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ്? വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന പേരിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പസുകളിൽ നടത്തിയ യാത്ര. നമ്മളിത് ആരംഭിച്ചപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും പുറത്തുനിന്ന് സംസാരിക്കുന്നവരൊക്കെ പറഞ്ഞത് യൂത്താണ്, വിദ്യാർത്ഥികളാണ് ഈ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യത ക്യാമ്പസുകളിൽ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്ന് ക്യാമ്പസുകൾ മാറാൻ തയ്യാറാണ്, ശരിയായ രീതിയിലേക്ക് ക്യാമ്പസുകൾ തിരിച്ചു വരാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് ഓരോ ക്യാമ്പസിലും ലഭിച്ച സ്വീകരണം. മാത്രമല്ല ഈ വിദ്യാർത്ഥികളുമായി കൂടുതൽ അടുത്ത് ഇടപെടാനും സാധ്യത ഉണ്ടല്ലോ ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ തന്നെ ഈ സാധാരണഗതിയിൽ അറിയാം, ഈ കുട്ടികൾ പുറത്ത് പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട തന്നെ കാര്യങ്ങൾ അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പുറത്ത് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്, ആ പുറത്ത് പറയുന്നവരെ മർദ്ദിക്കുന്ന തരത്തിലുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെ ഒരു ഭയം ഈ കുട്ടികളിലുണ്ട്. അതൊരു പരിധിവരെ അവർക്ക് പുറത്ത് പറയാനും സാധിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നതിൽ കൗൺസിലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കുട്ടികളിൽ നിന്നും അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിൽ കാര്യങ്ങൾ? അല്ല, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലെ കൺസ്യൂമേഴ്സ്, ഈ ലഹരിയുടെ ചെയിനിലേക്ക് അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഈ ഒരു ഇത് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്പേസിന് പകരം അവർക്ക് മറ്റ് നല്ല സ്പേസുകൾ കോമ്പൻസേറ്റ് ചെയ്യണം. അത് കലയായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, അക്കാഡമിക്സ് ആയിരിക്കാം. അവർക്ക് അത് ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ലഹരി അവരെ കീഴടക്കുമ്പോൾ ലഹരിയെ ഉപേക്ഷിച്ച ആ ഒരു വാക്യൂം അവർ മറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്യാനും ജീവിതത്തിലേക്ക് തിരികെ വരാനുമാണ് എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ യുവതലമുറ മൊത്തം, അല്ലെങ്കിൽ ഈ 2K കിഡ്സ് ഒക്കെ ഇതിന് അടിമപ്പെട്ട് നശിച്ചു എന്നുള്ളത്. ഇതിലെ ഫൈനൽ കൺസ്യൂമേഴ്സ് മാത്രമാണ് 90% ക്യാമ്പസിൽ ഇതിൽ പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. ഇതിൻ്റെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ കാരിയേഴ്സിനാണ് ഇതുപോലെയുള്ള സാമൂഹികപരമായിട്ട് ഇതിനെ എതിർക്കുകയും കയ്യേറ്റവും ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ലഹരി മാഫിയ നേതൃത്വം കൊടുക്കുന്ന ഗ്യാങ് പൊളിറ്റിക്സുകളുണ്ട്. ചില രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഈ ഗ്യാങ്ങുകളുടെ ശക്തിയിൽ പല കോട്ടകളും അവരുടെ ഏകാധിപത്യ ഇടങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേരള വിദ്യാർത്ഥി യൂണിയൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി വിരുദ്ധ മുദ്രാവാക്യത്തിന് ശബ്ദം കൂടുകയാണ്. മറ്റ് ഒരു അപകടങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മാധ്യമങ്ങളുടെ ആയാലും അധ്യാപകരുടെ ആയാലും തുറന്ന പിന്തുണ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒറ്റപ്പെടുകയില്ല. ഈ ചെയിനിൽ നിന്ന്, ഈ ലഹരിയുടെ നിരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊപ്പമാണ് ഇത്രയും വിദ്യാർത്ഥികളും ഞങ്ങൾ സംഘടനയും എന്നൊരാശയമാണ് ഈ ക്യാമ്പസിൽ നമ്മൾ വെച്ചത്. നമ്മൾ ഈ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു KSU നമ്മൾ കൊടിയുമായിട്ടൊക്കെ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ അവിടെ പല രാഷ്ട്രീയമുള്ളവരുണ്ടാവും. ഈ രാഷ്ട്രീയത്തോട് തന്നെ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുണ്ടാവും, സ്പോർട്സ് ഗ്യാങ്ങുകളുണ്ടാവും, അധ്യാപകരുണ്ടാവും. പക്ഷേ ഒരു 10 മിനിറ്റെങ്കിലും അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് എന്ത് ആശയമാണ് ലഹരി വിരുദ്ധ എന്ന് പറഞ്ഞാൽ, ഒരു മറ്റെന്ത് എടുക്കുകയാണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ലഹരി വിരുദ്ധ മുദ്രാവാക്യം എന്നൊക്കെ പറയുമ്പോൾ സോഷ്യലി ഇതിന് അറ്റൻഷൻ കിട്ടുന്ന സമയമാണെങ്കിലും ക്യാമ്പസുകളുടെ ഹൃദയം ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറണം. ക്യാമ്പസിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് കേൾക്കാനും മാറ്റം വരാനും ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. അവരത് കേൾക്കാൻ വന്നു എന്നുള്ളതാണ്, നമ്മൾ കാണാൻ വന്നു. അല്ലെങ്കിൽ നോക്കുമ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ പരിപാടിയാണ്, KSUവിൻ്റെ എന്തോ പരിപാടി, പുറത്തുനിന്നുള്ള KSU പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല. അവരത് 10-15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് പോലും ഒരു ഇപ്പോഴത്തെ ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷൻ പിടിച്ചു നിർത്താൻ സോഷ്യൽ മീഡിയയ്ക്കോ ക്ലാസ് റൂമിലോ പറ്റാത്ത കാലഘട്ടത്തിൽ നിഷ്പക്ഷ വിദ്യാർത്ഥികളുടെ, എതിർ വിദ്യാർത്ഥി കക്ഷി രാഷ്ട്രീയമുള്ളവരുടെ പോലും ഒരു 10-15 മിനിറ്റ് ശ്രദ്ധ നമ്മുടെ ജാഥയിലേക്ക് കിട്ടി എന്നുള്ളത് ഇത് വലിയ രീതിയിൽ വിജയിച്ചു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്നും ഈ ലഹരി പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അന്ന് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി. അതായത് തെറ്റല്ല,
ചെറിയൊരു ജാഗ്രത കുറവ്, ആ ഒരു നിലയിലേക്ക് എത്തുകയാണ് SFI. അത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമല്ലേ? അല്ല, ഇതിപ്പോൾ ന്യായീകരിക്കുക എന്നുള്ളൊരു കഴിവ്, അത് കഴിവല്ല, അതൊരു സമൂഹത്തിൻ്റെ മുഖത്ത് ഒരു ഉളുപ്പില്ലായ്മയാണ്. ഇത്രയും ലഹരി വിരുദ്ധ മുദ്രാവാക്യവുമായിട്ട് മുഴുവൻ മലയാളികൾ സമൂഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നേതൃത്വത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് അല്ല, അവിടെ ഇലക്ഷൻ നിന്ന് ആ യൂണിയൻ ജനറൽ സെക്രട്ടറി പോലെ പ്രധാനപ്പെട്ട പോസ്റ്റിലെത്തിയ ഒരാൾ ജാഗ്രതക്കുറവാണെന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള SFIയുടെ ജാഗ്രതക്കുറവാണത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് ആയിട്ട് നീങ്ങുന്ന ഒരു സംസ്ഥാനത്തോട് മുഴുവനുള്ള അവഹേളനയാണ് അത്. അപ്പോൾ ഒരു ജാഗ്രതക്കുറവില്ല. ഇത്രമാത്രം നമ്മൾ ക്യാമ്പയിൻ ചെയ്തിട്ടും ഇത്രമാത്രം എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ വിപത്തിനെ കുറിച്ച് കുടുംബങ്ങൾ പോലും സേഫ് അല്ലാത്ത രീതിയിൽ മാറി. ഇപ്പോൾ ഇത് ജാഗ്രതക്കുറവല്ല, അത് തെറ്റാണ്, പുറത്താക്കേണ്ട തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ ആ വ്യക്തി ഒരു പുണ്യാളനാണെന്ന് മറ്റേ നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ന്യായീകരിച്ചോ, നമ്മൾ ആദ്യം വിചാരിച്ചത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഇതാണ്, ഇത്രമാത്രം തെറ്റുകൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ന്യായീകരിക്കാൻ കാണിക്കുന്ന ആ മിടുക്ക് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിച്ചത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, അത് അവരുടെ ഒരു ശൈലിയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോംപ്രമൈസ് ഇല്ലാതെ ചെറുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പൊളിറ്റിക്സിന് അതീതമായിട്ടൊരു കൂട്ടായ്മ വേണമെന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ പ്രതിപക്ഷം നിരവധി തവണ ഇത് അടിയന്തര പ്രമേയമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം PC വിഷ്ണുനാഥിന് മുൻപ് അവതരിപ്പിച്ചു, അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇത് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് എല്ലാം ഭദ്രമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നവർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനം എന്ന് നമുക്ക് ചോദ്യം ചെയ്യാം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ അനുദിനം ഇത്രയും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല, ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും കള്ളം പറയുന്നു എന്ന് പറയേണ്ടി വരും. ഒരു സർക്കാർ, ഒരു നാട് എങ്ങോട്ട് പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ ദീർഘവീക്ഷണത്തോടുകൂടി ആ സമൂഹം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസിനെ മനസ്സിലാക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനുമാണ് ഒരു സർക്കാരിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PC വിഷ്ണുനാഥാണ് വിഷ്ണു ചേട്ടൻ ഏറ്റവും ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള രീതിയിലാണ് ഭരണപക്ഷത്തിൻ്റെ ഒരു ചർച്ച വന്നത്. അപ്പോൾ ഇങ്ങനൊരു വിപത്തിലേക്കാണ് പോകുന്നത്, എവിടെയൊക്കെ ഒരു ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നുണ്ട്, ഉപയോഗം കൂടി വരുന്നുണ്ടെന്ന് ഇത്രയും വഷളാവുന്നതിന് മുൻപ് പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്തം 100% ഭംഗിയായിട്ട് സാങ്കേതികമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടത് അവതരിപ്പിച്ചും മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്യാനുള്ളത് ചെയ്തു. അപ്പോഴും അത് ശ്രദ്ധിക്കാതെ ഇരുന്നതിന് ശേഷം ഇത്രയും വഷളായി ചില വിഷയങ്ങളൊക്കെ ഒരു രീതിയിലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ സർക്കാർ ഇടപെടുന്നത്. അങ്ങനെ ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ഒരു സ്ഥലത്തും എല്ലാ മേഖലയിലേക്കും ലഹരിയുടെ ഒരു പൈശാചിക സ്വഭാവം കടന്നു ചെന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഇതിന് ആക്ഷൻ എടുക്കേണ്ട സമയത്തും ഇപ്പോഴും പറയുന്നത് എന്ത് ആക്ഷൻ പ്ലാനാണ്. നമുക്ക് പരിചയമുള്ള പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 300 സെമിനാർ എടുത്തിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം 300 സെമിനാർ എടുത്തിട്ടുണ്ട്, 9 സ്ഥലത്തുനിന്ന് മാത്രമാണ് അതിൻ്റെ 2ാം ഘട്ട ചർച്ചയെക്കുറിച്ചൊരു ഫോൺ കോളെങ്കിലും വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ബോധവൽക്കരണത്തിൻ്റെയും സെമിനാറുകളുടെയും കാലഘട്ടം കഴിഞ്ഞു. അത് ഇവിടുത്തെ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സാമൂഹിക സംഘടനകളും മതസംഘടനകളൊക്കെ അത് ചെയ്തോളും. ഇവിടെ ആക്ഷൻ ഒരു സർക്കാർ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഞാൻ ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് പല ക്യാമ്പസുകളിലെ പല ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒരു ജനറേഷൻ ഇതിൻ്റെ ഒരു പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ചെയിൻ കട്ട് ചെയ്യണം. ആ ചെയിൻ ഇല്ലാതാക്കണമെങ്കിൽ ഈ അവധിക്കാലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ജൂലൈ മാസത്തിൽ +1 അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ ഒരേ ശൈലിയിൽ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച കുട്ടി പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് +1 ഇതിലേക്ക് മാറുന്ന പുതിയ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയമായിരിക്കാം. +2 വരെ ഒരേ ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് നിന്ന കുട്ടി പുതിയ ജില്ലയിൽ, പുതിയ സംസ്ഥാനത്ത്, പുതിയ ഹോസ്റ്റലിലേക്ക് മാറി വരുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അവർ ഫസ്റ്റ് ഇയേഴ്സാണ്, ഫ്രഷേഴ്സാണ്. പക്ഷേ ലഹരി മാഫിയകൾക്ക് അവർ ഉപഭോക്താക്കളാണ്, പുതിയ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരെ ലക്ഷ്യം വെച്ചിട്ട് പല രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഈ കച്ചവടത്തിൽ ഇങ്ങനെ പല സീസണുള്ള പോലെയാണ് ഈ ഹോളി സീസൺ ലക്ഷ്യം വെച്ചിട്ട് കളമശ്ശേരി പോളിയിൽ അപ്പോൾ ഒരു സീസണൽ സെയിലും കൂടിയും ഈ ലഹരി മാഫിയയുടെ ഒരു നമ്മളത് തിരിച്ചറിയണം. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് ഫസ്റ്റ് ഇയേഴ്സും 1ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ ലഹരി മാഫിയകൾക്ക് അവർ പുതിയ ഉപഭോക്താക്കളാണ്. ആ ഉപഭോക്താക്കളെ സർക്കാർ
സർക്കാരാണ് ആക്ഷൻ എടുക്കേണ്ട. ഈ തിന്മയിലേക്ക് അല്ലെങ്കിൽ ഈ സാമൂഹിക വിപത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ ആക്ഷൻ പ്ലാൻ എടുക്കണം. അതിനാണ് KSU ആയാലും പ്രതിപക്ഷമായാലും നിങ്ങൾ വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കാൻ പറയുന്നത്. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പല രീതിയിൽ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും കളമശ്ശേരി പോളിയിൽ അവർ ചെയ്ത ധീരമായിട്ടുള്ള ഒരു കാര്യമാണ്. 60 ദിവസം കൊണ്ട് പിടിച്ചതിനേക്കാൾ ജാനുവരി ഫെബ്രുവരി മാസത്ത് 60 ദിവസം കൊണ്ട് പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ പിടിച്ചതിനേക്കാൾ എത്രയോ ശതമാനം കൂടുതലാണ് വെറും 20 ദിവസത്തെ ഡി ഹണ്ട് എന്ന പ്രോസസ്സിൽ ഓപ്പറേഷൻസിൽ അവർ പിടിച്ചെടുത്തത്. അപ്പോൾ നടപടികൾ സ്ട്രിക്റ്റ് ആക്കിയാൽ മാറ്റങ്ങൾ വരും. നമ്മൾ ഇതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റ്, റാൻഡം സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു റാൻഡം സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റ് മുഴുവൻ വിദ്യാർത്ഥികളെ നടത്തുന്നു. അതിൻ്റെ റിസൾട്ട് മാതാപിതാക്കൾക്ക് മാത്രം ലഭ്യമാക്കിക്കൊണ്ട് അത്രയും പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭയം തന്നെ ഈ വിദ്യാർത്ഥികളെ ഈ ലഹരിയുടെ ചെയിനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സർക്കാർ ആക്ട് ചെയ്യണം. ഈ അവധിക്കാലത്ത് നിയമനിർമ്മാണം നടത്തണം. ഈ അവധിക്കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടില്ലെന്ന് വെക്കരുത്. ജൂൺ ജൂലൈ മാസത്തിലേക്ക് പുതിയൊരു തലമുറ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഒരു രീതിയിലും ഈ മാഫിയകളായി കോണ്ടാക്റ്റ് വരാത്ത, അവരെ കസ്റ്റമേഴ്സായിട്ട് കിട്ടാത്ത രീതിയിലേക്ക് നിയമനിർമ്മാണം സർക്കാരാണ് ചെയ്യേണ്ടത്. ബോധവൽക്കരണവും പ്രതിഷേധവുമാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും നിയമനിർമ്മാണം നടത്തി ക്യാമ്പസുകളെ ഇതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രമല്ല ഇത് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ലഹരി ഉപയോഗം ഇതാദ്യമായിട്ടല്ല, ഇതിന് മുൻപുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കൂട്ടക്കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പറയുന്ന ഭാഷ്യമാണ്. എന്നിരുന്നാൽ പോലും വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ തേടി പോകുമ്പോൾ ലഹരിയാണ് അതിൻ്റെ ബേസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോഴാണ് വീണ്ടും ഈ പരിശോധന നടത്തുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപാണ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് ആരംഭിക്കുന്നത്. അതിനു മുൻപ് അത് വലിയ കാര്യമായിട്ട് നടത്തിയിട്ടുമില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപക്ഷെ സഭാ സമ്മേളനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപക്ഷെ കുറഞ്ഞേക്കാം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത്. അതായത് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു ഓളം കഴിഞ്ഞു, വീണ്ടും അവർ അത് തലപൊക്കി തുടങ്ങുകയും ചെയ്യും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു താല്പര്യം. ഇത് ആരുടെയാണ് ആവശ്യമെന്നും കൂടി നമ്മൾ മനസ്സിലായി. ഇതിപ്പോൾ ഏതാണ്ട് KSUവിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിക്കുന്നതല്ല. ഈ നാടിൻ്റെ മുഴുവൻ ആവശ്യമാണ്. ഇത് ആരെയും ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സർക്കാർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മറ്റെല്ലാ വിഷയത്തേക്കാൾ അപ്പുറം, കാരണം അടുത്ത തലമുറയില്ലെങ്കിൽ, യുവാക്കളില്ലെങ്കിൽ ഈ രാജ്യമില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഇല്ല. അപ്പോൾ തലച്ചോറ് അടിമപ്പെടാത്ത, സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കുന്ന, ശരീരവും തലച്ചോറും ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകാത്ത ഒരു തലമുറ ഉണ്ടാക്കേണ്ടതാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമെന്ന് സർക്കാർ മനസ്സിലാക്കി. സാധാരണ ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, കൊറോണ കാലഘട്ടത്തിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ചില നിയമങ്ങൾ പാലിക്കാനായിട്ട്, ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉപയോഗം ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അത് നമ്മുടെ ജീവിതശൈലിയായി മാറി. എൻഫോഴ്സ് ചെയ്തപ്പോൾ മാസ്ക്, കുറേ കാര്യം സാനിറ്റൈസർ, അപ്പോൾ പല കാര്യങ്ങളും പൊതുസമൂഹത്തിന്, ബിഗ് പോപ്പുലേഷന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ സർക്കാരാണ് പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട്, ടോട്ടൽ ഗുഡിന് വേണ്ടി എൻഫോഴ്സ് ചെയ്യാം, നിർബന്ധം നിയമ നടപടികളൊക്കെ എടുക്കാം. ഇവിടെ വിദ്യാർത്ഥികൾ തയ്യാറാണെന്ന് KSUവിൻ്റെ ഈ ജാഥയ്ക്ക് ശേഷവും വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ അവർ പല രീതിയിലുള്ള പുതിയ, ഇനിയിപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ക്യാമ്പസുകൾക്ക് ലഹരി വിരുദ്ധ റീൽസ് കോമ്പറ്റീഷൻ പോലെ അവരുടെ ആശയം വ്യക്തമാണ്. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ, അധ്യാപകർ, പൊതുസമൂഹം, മാധ്യമങ്ങൾ, പ്രതിപക്ഷം എല്ലാം പറഞ്ഞു. സാധാരണ ആദ്യം സർക്കാർ സ്റ്റെപ്പ് എടുത്ത് സർക്കാർ ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സ് ചെയ്യും. ഇവിടെ താഴെത്തട്ടിലെ എല്ലാ മേഖലയിലുള്ളവർ പറഞ്ഞു, നിങ്ങളിനി ആക്ട് ചെയ്താൽ മതി, നിങ്ങളിനി നിയമ നടപടികൾ സ്ട്രോങ് ആക്കിയാൽ മതി, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിരുപാധികം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവർ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ സർക്കാർ ആക്ട് ചെയ്യുന്നില്ല? അവിടെയാണ് നമുക്ക് ഭയം. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഒരു പ്രയോറിറ്റിയുടെ വിഷയമുണ്ടോ ഇതിൽ? അങ്ങനെ തോന്നുന്നുണ്ടോ? അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനത്തിലേക്കൊക്കെ പോകേണ്ടി വരും. ലഹരി മാഫിയെ ഒതുക്കാൻ എന്തുകൊണ്ട് സർക്കാർ സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആക്ഷൻ പ്ലാൻ എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇത്ര സെമിനാർ നടത്തിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യമില്ല. ഹോസ്റ്റൽ റെയ്ഡുകൾ, ഇതുപോലെയുള്ള റാൻഡം ഡ്രഗ് ടെസ്റ്റുകൾ പോലെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെ
ഉള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടക്കണം. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ അത് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ രൂക്ഷം എന്താ പറയുക, ഒരുപക്ഷെ നമ്മൾ ലഹരി മാഫിയയെ എന്തിനീ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദ്യത്തിൻ്റെ രീതികൾ വരെ മാറിപ്പോകുന്ന രീതിയിലേക്ക് പ്രതിഷേധമായിട്ട് പ്രതിപക്ഷ സംഘടനകളും KSUവും കേരള വിദ്യാർത്ഥി യൂണിയനും ഉറപ്പായിട്ട് തെരുവുകളിലുണ്ടാവും. കാരണം നമുക്ക് വേറെ ഓപ്ഷനില്ല. ഇവിടെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും പർട്ടിക്കുലർ മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ കാര്യമല്ല, മുഴുവൻ സമൂഹത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയത്ത് ജാഗ്രതക്കുറവ് എന്തുകൊണ്ട്? മറ്റൊന്ന്, ഇനി ലഹരിയിൽ നിന്നും മാറി വരികയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ SFI കാലാകാലങ്ങളായി ഇങ്ങനെ കോട്ടകളാക്കി പിടിച്ചടക്കി വെച്ചിരുന്ന പല കോളേജുകളും തകർന്നടിയുന്ന കാഴ്ച കഴിഞ്ഞ് കുറേ കാലങ്ങളായി കാണുന്നുണ്ടായിരുന്നു. അങ്ങനൊരു മാറ്റം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും അക്രമ രാഷ്ട്രീയം ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള ഇടപെടലൊക്കെ തന്നെ ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാറ്റ് മാറി ചിന്തിക്കുന്നു എന്ന് കരുതുന്നത്? അതായത് വിദ്യാർത്ഥികളുടെ ചിന്ത മാറുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതി മാറുന്നു. അതിൻ്റെ ഒരു ഫലമാണോ ഈ SFI എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും മാറി KSUവിലേക്ക് വരുന്നത്? അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കുന്നു, കലാലയങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ ഈ കയ്യൂക്കിൻ്റെയും മുട്ടാപ്പോക്കിൻ്റെയും രാഷ്ട്രീയമൊന്നും അങ്ങനെ ഒരുപാട് നാളൊന്നും നിലനിൽക്കില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ തന്നെ നമ്മളങ്ങനെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ സ്പേസും അവരുടേതായ വിഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ ഹോസ്റ്റലിൽ കുറേ റാഗ് ചെയ്ത് ഇടിമുറികൾ സൃഷ്ടിച്ച് ഞങ്ങൾക്കേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും ഇവിടെ കൊടി തോരണങ്ങൾ നാട്ടാൻ പാടില്ല, അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്ന സിനിമകളിൽ പോലും ആ മാറ്റം വന്നു. ഒരു നെഞ്ചുവിരിവിൻ്റെയും അല്ലെങ്കിൽ ഉരുപ്പിടിച്ച വാളുകളുടെയൊക്കെ ട്രെൻഡ് മാറിയത് SFI മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മൾ എല്ലാ ക്യാമ്പസുകളുടെ അകത്താണ് നമ്മൾ ക്യാമ്പയിനിങ് ആയിട്ട് കടന്നു വന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രം ഇവർ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് പോലീസ് കംപ്ലീറ്റ്ലി അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട്. പിന്നെ കേരള വിദ്യാർത്ഥി യൂണിയൻ സംഘടനാപരമായിട്ട് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഘടനാ മികവിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് നിൽക്കുമ്പോൾ പോലും വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ഏകാധിപത്യ കയ്യൂക്കിൻ്റെയും മുട്ടാപ്പോക്കിൻ്റെയും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെക്കുക എന്ന് SFI മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും നമുക്ക് ഇതേ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പല വിദ്യാർത്ഥി സംഘടനകളുണ്ട്, വിദ്യാർത്ഥികളുടെ ചോയ്സാണ് ഏത് വിദ്യാർത്ഥി സംഘടനയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. KSU എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി KSUവിലേക്ക് ചേരണം എന്ന് ഒരു KSU സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എന്തായിരിക്കും അതിനുള്ള മറുപടി? എന്തുകൊണ്ട് KSU തിരഞ്ഞെടുക്കണം? എന്തുകൊണ്ട് നമ്മൾ ചരിത്രം പറയുക എന്നതിനപ്പുറം വലിയ സമരങ്ങളുടെ ചരിത്രം ഒരുപാട് നമ്മളിപ്പോഴും പറയാറുണ്ട്. അതിലപ്പുറം ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളൊരു കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാമ്പസുകൾ ഡിമാൻഡ് ചെയ്യണത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിരിക്കും. അപ്പോൾ അത് ആത്യന്തികമായിട്ട് ശരിയല്ലെങ്കിൽ അതിനെതിരെ നിൽക്കാൻ നല്ല മനക്കരുത്ത് വേണം. നല്ല ഒരു ദീർഘവീക്ഷണമുള്ള ഒരു സംഘടനയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് നക്സലൈറ്റ് ചിന്താഗതികൾ, ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ ക്യാമ്പുകളിലും എല്ലാ മീറ്റിങ്ങുകളും പുതിയ വിദ്യാർത്ഥികളെ കാണുമ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നക്സലൈറ്റ് ചിന്താഗതികൾ ക്യാമ്പസുകളെ പിടിച്ചു കുലുക്കിയപ്പോൾ അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാതെ മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികൾ ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് ആ ക്യാമ്പസുകളുടെ അകത്തേക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു ശബ്ദം എത്തിച്ചത് കേരള വിദ്യാർത്ഥി യൂണിയൻ ആണെന്ന് ഞാനതിൻ്റെ ഭാരവാഹിയായിരിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, പോലീസ് റിപ്പോർട്ടുകൾ ഉള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ 70s അല്ല 80s ആ കാലഘട്ടങ്ങളിലെ കൃത്യമായിട്ടുള്ള രേഖകൾ, സർക്കാരിൻ്റെ രേഖകളിൽ ഉള്ളതാണ്. അപ്പം ഒരു വിപത്തിനെ അല്ലെങ്കിൽ ആ തീവ്ര ചിന്താഗതി ഒരു തലമുറയെ നശിപ്പിക്കാൻ നിൽക്കുമ്പോൾ അതിനെതിരെ ഒരുപക്ഷെ ചിലപ്പോൾ ആ 1-2 വർഷം ക്യാമ്പസുകളിൽ KSU തളർന്നു പോയിട്ടുണ്ടാകും. പക്ഷെ ആത്യന്തികമായിട്ടുള്ള ഒരു ശരിക്കു വേണ്ടി താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് ഒരു സംഘടന നിലപാടെടുക്കുമ്പോൾ ആ സംഘടനയോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ നിൽക്കേണ്ടതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നക്സലൈറ്റ് ചിന്താഗതികൾ ട്രെൻഡായിരുന്ന കാലഘട്ടത്തെ അതിജീവിച്ച് അവിടെ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾ ക്യാമ്പസിൽ കൊണ്ടുവന്നതുപോലെയാണ് ലഹരി. എല്ലാവരും ഒന്ന് തൊടാൻ മടിക്കുന്ന, എടുത്തു ചാടാൻ മടിക്കുന്ന ലഹരിക്കെതിരെ ഉപാധികളില്ലാത്തൊരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇറങ്ങി. ഇപ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കി സമരത്തിന് ഇറങ്ങിയപ്പോൾ
തെരുവിലിറങ്ങി പാരലായിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് പോരാട്ടം നയിച്ച ഇതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരേണ സമരം പോലെ വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന കൺസെഷൻ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മൾ ഓണത്തിന് പറ നെല്ല് പോലെ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്കും എഫേർട്ട് ഇട്ട് ഇറങ്ങിച്ചെല്ലാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സാധിച്ചിട്ടുള്ളത് ഒക്കെ ചരിത്രം. ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഭാരത് ജോഡോ പോലെയുള്ള ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കയ്യൂക്കിൻ്റെയും ഈ നെഞ്ചുവിരിവിൻ്റെയും രാഷ്ട്രീയത്തിനപ്പുറം ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം, ബീങ് എ ഹ്യൂമൺ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഈ കാലഘട്ടത്തിൻ്റെ നേതാവ് പറഞ്ഞ് നടന്നു നീങ്ങുന്ന വഴിയിലേക്ക് വിദ്യാർത്ഥികൾ വരും. അതുകൊണ്ട് തന്നെയാണ് അവർ KSU തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്. കാരണം ഈ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഭയമുണ്ട്. കാരണം കുട്ടികളെ എന്ത് ധൈര്യത്തിൽ പറഞ്ഞു വിടും, കോളേജിലേക്ക് പറഞ്ഞു വിടും എന്നുള്ളൊരു ഭയമുണ്ട്. സ്വാഭാവികമായും അവർക്കുണ്ടാകുന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് വരുന്നത്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. പൊതുവെയുള്ള വിലയിരുത്തലിൽ ഇപ്പോഴുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു നെറേറ്റീവിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരേ ഒരു കാരണമുള്ളൂ, കുറച്ചു കാലം കുറച്ചു പേരെ നമുക്ക് പറ്റിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില കാറ്റഗറീസിന്. പക്ഷേ ഇപ്പോൾ എല്ലാ മേഖലയിലും, പെൻഷനായാലും ആശാ വർക്കേഴ്സായാലും വിദ്യാർത്ഥികളായാലും, ഇപ്പം ഞാൻ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്നായിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്യാൻ പോലും വൈസ് ചാൻസലർമാരില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ, മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന, ഇപ്പം ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവിടെ 90% വലിയ വീടുകളിൽ യുവജനങ്ങളില്ലാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ, പുറത്തു പോയി പഠിക്കണം, എൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോയി പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതൊക്കെ നല്ല കാര്യമാണ്. അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വേൾഡ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് അല്ലാതെ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോയാൽ മതി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയല്ല അവർ ലോൺ എടുത്ത് പുറത്തേക്ക് സാധാരണ വീടുകളിൽ നിന്ന് ഇത്രയും അധികം വിദ്യാർത്ഥികൾ പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതിയെന്ന് ആഗ്രഹിച്ച് മനസ്സോടുകൂടി പോകുന്ന ശതമാനമാണ് കൂടുതൽ. അങ്ങനെ ഈ നാടിനെ ആക്കിയ ഒരു സർക്കാരിനെതിരെ ഇവിടുത്തെ യുവജനങ്ങളും മറ്റൊരുപാട് വിഷയങ്ങൾ, ഞാൻ വലിയ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കണില്ല, ഒരു വിധിയെഴുത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാരണമാണ്. അതിന് വലിയ PR വർക്കുകളുടെയോ വലിയ വിലക്കി വാങ്ങലുകളുടെ ഒന്നും ആവശ്യമില്ല. അതൊരു ജനവികാരമായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ കൂടുതലായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല സ്വാഭാവികമായും അവരുടെ ചോയ്സാണ്. പക്ഷേ ചിലരെങ്കിലും പറയുന്നത് അവിടെയുള്ള സൗകര്യങ്ങൾ കൊള്ളില്ല, അല്ലെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജോലി സാധ്യതയില്ല, അവിടെ എന്ത് പഠിക്കാനാണ് എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ സ്വകാര്യ സർവകലാശാല ബില്ലൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ മന്ത്രി അടക്കമുള്ള പറയുന്ന കാര്യം അതാണ്, അതായത് വിദ്യാർത്ഥികളെ ആകർഷിച്ച് ഇവിടെ തന്നെ നിർത്തുക എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വിദ്യാർത്ഥികൾ മറ്റ് സർവകലാശാലകൾ ചൂസ് ചെയ്യുക? അതവിടെ പേഴ്സണൽ ചോയ്സ്, അതല്ല പൊതുവായിട്ട് കേരള വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ രംഗത്ത് എന്തെങ്കിലും പാളിച്ച ഉള്ളതായിട്ട് അവർക്കൊരു തോന്നലുണ്ടാകും എന്നുള്ളതാണല്ലോ. പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ്, അതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു PG കഴിഞ്ഞ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ PhD കഴിഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്യും? ഇവിടെ ഞാനൊരു റിസർച്ച് സ്റ്റുഡൻ്റാണ്. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ട് എത്ര വർഷമായി, എത്ര നാളായി എന്നല്ല, എത്ര വർഷമായി സ്കോളർഷിപ്പ് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഗ്രാൻഡ് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഗ്രാൻഡ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞത്, ഇത് ലഭിക്കാത്തതുകൊണ്ട് SC/ST വിഭാഗത്തിലെ കുട്ടികൾ പഠിത്തം പകുതി വെച്ച് നിർത്തി അവർ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വൈകാരികത മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാരിന് സാധിക്കാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർട്ടി നിയമനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്ന് വെച്ചാൽ, രാത്രി പകലാക്കി പഠിച്ച ആൾക്കാർ മുട്ടിലഴഞ്ഞ് സമരം ചെയ്യേണ്ട ഒരു സ്ഥലത്ത്, ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ട് യുവജനങ്ങൾ അവരുടെ പ്രതിഷേധം ഈ നാട് വിട്ട് പോയോണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. നമുക്ക് എല്ലാവരും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കണം എന്നില്ലല്ലോ. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് പ്രതിഷേധ രീതികളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന താൽക്കാലികമായിട്ട് അവരവരുടെ പാർട്ടിയിലേക്കുള്ള നിയമനങ്ങൾ, ഈ പ്രൈവറ്റ് സർവകലാശാലകളാണെങ്കിലും എങ്ങനെ ഇവിടെ ഈ പറയുന്ന പ്രൈവറ്റ്
വ്യക്തികൾക്ക്, സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വിദ്യാഭ്യാസ മേഖല തീരെഴുതി കൊടുത്ത് താൽക്കാലിക ലാഭങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഇത് കൊണ്ടുവരേണ്ടതെന്ന് ഈ സർക്കാർ മാറി ചിന്തിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരിക്കും. അത് ഞങ്ങൾ പോലെയുള്ളവർ നമ്മൾ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ സമരം ചെയ്ത് അല്ലെങ്കിൽ മാർച്ച് നടത്തിയൊക്കെ പ്രതിഷേധിക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു വലിയ ശതമാനം ഈ നാട് വിട്ട് നാടിനെ ഉപേക്ഷിച്ചു പോയോണ്ടാണ് പ്രതിഷേധമാണ്. അതൊരു പ്രതിഷേധം തന്നെയാണ്. അതുപോലെ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഒരു 10-20 വർഷം പിന്നിലുള്ള സർക്കാരാണ് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും നിലപാടെടുക്കുന്ന? അങ്ങനെ എപ്പോഴാണ് തോന്നാത്തത്? ഈ വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നില്ലേ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഇവർക്ക് സൂര്യൻ വൈകി ഉദിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നാടിന് നഷ്ടപ്പെടുന്നത് ഇത്രയും വലിയ വികസനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇത്രയും വേഗം വികസനം കൈവരിക്കാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പി സി വിഷ്ണുനാഥ് MLA ലഹരിക്കെതിരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്ന ഒരാൾക്കറിയാം അടുത്ത ജനറേഷൻ ഈ ഒരു ഒഴുക്കിലേക്കാണ് പോകുന്നത്. ഇത്രമാത്രം കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ഇത്രമാത്രം ക്രൈമുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നുള്ളത് നമുക്ക് വലിയ റിപ്പോർട്ടുകളൊന്നും വേണ്ട, അത്യാവശ്യം പുറത്തിറങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവർ വൈകി നടപടിയെടുക്കുന്നതുകൊണ്ട്, വളരെ ലേറ്റായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പുരോഗമനവും ഈ നാടിനോടുള്ള താല്പര്യം തന്നെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്തായാലും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നതും. SFI, ABVP, KSU അങ്ങനെ ഒരു സംയുക്തമായിട്ടുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ അവരെന്തായാലും ന്യായീകരണങ്ങൾ പല സമയത്തും പല ഘട്ടങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒരു സംയോജിതമായിട്ടുള്ള ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഇതിനെ ചെറുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലൊക്കെ തന്നെ ഇത് ചെറുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ KSUവിൻ്റെ നിലപാട് എന്തായിരിക്കും ആ വിഷയത്തിൽ? നമ്മൾ അത് സ്വാഗതം ചെയ്യും. നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ഏറ്റെടുക്കുക എന്നുള്ളത്. കാരണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിഷയമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട് ഒരേപോലെ ക്ലിയർ ചെയ്തെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിന് അവർ തയ്യാറാവുക, ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥതയാണ് അതിൽ പ്രശ്നം. ഈ യാത്രയുടെ സമാപന ദിവസം ഈ പോലീസ് ബാരിക്കേഡൊക്കെ കെട്ടിവെച്ചപ്പോൾ PC വിഷ്ണുനാഥ് MLA ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതൊരു സമാധാന യാത്രയാണ് അല്ലെങ്കിൽ ലഹരി വിരുദ്ധ യാത്രയാണ്, അവിടെ എന്തിനാണ് ഈ സംഘർഷ സാധ്യത ഇവരിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് അവർക്കിതല്ല, പൊളിറ്റിക്സ് ആണ് ഈ പറയുന്നത് പോലെ SFI ആയാലും മറ്റ് CPM ആണെങ്കിലും ശ്രമിക്കുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് വരികയാണ് കാര്യങ്ങൾ. കക്ഷി രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഈ ഒരു സാമൂഹിക വിപത്തിനെ പൊരുതി തോപ്പിക്കാൻ തയ്യാറാവാതിരിക്കുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ SFIയെയും MSFനെയും ABVPയെ എല്ലാം ഒരേപോലെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് നിന്നുകൊണ്ട് ക്യാമ്പസുകളിൽ ഒരേ സ്വരത്തിൽ ലഹരിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ശരിയായ വൈബ്. അതാണ് ശരിയായ ട്രെൻഡ് എന്ന് ഉച്ചത്തിൽ പറയാൻ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെ വളരെ ഒഫീഷ്യലായിട്ടും വളരെ അൺഒഫീഷ്യലുമായിട്ട് ക്ഷണിച്ചുകൊണ്ടാണ് ഓരോ ക്യാമ്പസിലും ഈ ജാഥ പോയത്. അപ്പം അതിൽ നമുക്ക് 1% വെള്ളം ചേർക്കാത്ത നിലപാടാണ് ഈ പറയുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ ജാഥയിലെ ഉടനീളം പറഞ്ഞത്. ഈ ജാഥ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ക്യാമ്പസുകളിലേക്കാണ്, നമ്മുടെ യൂണിറ്റ് കമ്മിറ്റികളിലേക്കാണ്, നമ്മുടെ കലോത്സവ വേദികളിലേക്കാണ്. അവിടെയെല്ലാം ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു സേനയായിട്ട് നമ്മൾ മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ആരംഭിക്കുന്നത് തന്നെ. തീർച്ചയായും എന്തായാലും ആ ഒരു പ്രതിജ്ഞയുടെ ജ്വാല ഇനിയും കെടാതെ മുന്നോട്ട് പോട്ടെ. മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് വേണ്ടി പോരാടാനും KSUവിന് കഴിയട്ടെ. വ്യക്തിപരമായാലും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.